നമസ്കാരം, ഞാൻ അദ്വാത്മിക ഷിജോ. എല്ലാവർക്കും മലയാളം എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. പരീക്ഷയുടെ നടത്തിപ്പ് ചുമതലയുള്ള NTA-യിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയും ക്രിമിനൽ നടപടിയും സ്വീകരിക്കും. നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. രാത്രി 8 മണിക്കാണ് നടപടി വിവരം പുറത്തുവിട്ടത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തുന്നവർക്കുള്ള ശിക്ഷ 10 കോടി രൂപ വരെ പിഴയും 10 വർഷം വരെ തടവുമായി വർദ്ധിപ്പിക്കാനുള്ള ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. തിങ്കളാഴ്ച ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേസുകളിലെ വിചാരണ 3 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും ബില്ലിൽ പറയുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷാ സംബന്ധമായ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന പ്രവേശന പരീക്ഷകളിലും റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലും സുതാര്യത ഉറപ്പാക്കാനാണ് ഈ നീക്കം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രധാന ഏജൻസികൾ നടത്തുന്ന പരീക്ഷകളെല്ലാം ഈ കർമ്മസേനയുടെ അന്വേഷണ പരിധിയിൽ വരും. റഷ്യൻ സമുദ്രമേഖലയിലെ കരിങ്കടലിൽ കപ്പലിന് നേരെ ആക്രമണം. ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. MV ഒമോർഫി എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിലെ 10 ജീവനക്കാരിൽ 3 പേർ ഇന്ത്യക്കാരാണ്. ഇതിലൊരാളാണ് കൊല്ലപ്പെട്ടത്. വൈദ്യുതി പ്രതിസന്ധിയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിലും സമരവുമായി CPM. വൈദ്യുതി പ്രതിസന്ധിക്കെതിരെ 26-ന് വൈകുന്നേരം 7-ന് മെഴുകുതിരി സമരം നടത്തും. എല്ലാ വീടുകളിലും മെഴുകുതിരി തെളിയിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ 30-ന് LDF ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ഓഗസ്റ്റ് 1, 3 തീയതികളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മാർച്ച് നടത്തും. CPM-നെ പുതുക്കി പണിയുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ താൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത് നിങ്ങളുടെ സ്വപ്നമാണെന്നും അതിനുവേണ്ടിയാണല്ലോ കുറെ കാലമായി പണിയെടുക്കുന്നതെന്നും താൻ ഉൾപ്പെടെ എങ്ങനെ മാറണമെന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അക്രമങ്ങളെ അപലപിക്കാൻ ഇന്ന് വൈകുന്നേരം ജില്ലാതലത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ ജാഥ നടത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ തന്ത്രിയാകാൻ യോഗ്യനാണെന്ന് ദേവസ്വം ബോർഡ് നിയോഗിച്ച വിദഗ്ധ സമിതി. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അടങ്ങുന്ന സമിതിയാണ് ബ്രഹ്മദത്തന് താന്ത്രിക വിദ്യയിൽ പ്രാഗൽഭ്യമുണ്ടെന്ന് വിലയിരുത്തിയത്. ഇന്ന് ചേരുന്ന ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ MR അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തി പ്രതികളെ രക്ഷിക്കാൻ ഇടപെട്ടെന്ന കുറ്റപത്രവുമായി സസ്പെൻഷൻ ഉത്തരവ്. ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാർ അന്വേഷണത്തിൽ ഇടപെട്ടെന്ന മൊഴികളടക്കം ചേർത്താണ് സസ്പെൻഷൻ ഉത്തരവ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിനു ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങവെ CPM പ്രവർത്തകർ തകർത്ത ടാക്സിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നഷ്ടപരിഹാരം നൽകി. CITU അംഗമായ ടാക്സി ഡ്രൈവർക്ക് 1.25 ലക്ഷത്തോളം രൂപയാണ് നൽകിയത്. CPM പണം നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നൽകിയില്ല. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകി കമ്പനി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ലീവിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങി മറ്റ് രേഖകളും കമ്പനി നൽകും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിപേഷ് രാമകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യമുള്ളതിനാൽ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമക്കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേക്കാട് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പുന്നയൂർകുളം ചമ്മണൂർ സ്വദേശി മുഹമ്മദ് ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അവസ്ഥ ആശങ്കപ്പെടുത്തുന്നതെന്ന് ഹൈക്കോടതി. അടിസ്ഥാന സൌകര്യ വികസനം അനിവാര്യമാണെന്നും 158 ജോലിക്കാർ വേണ്ടിടത്ത് 127 പേർ മാത്രമാണുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം ഇന്ന് രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 5 മാസം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്ത തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ ബഹുനില മന്ദിരം സെപ്റ്റംബർ 30-നകം പ്രവർത്തന സജ്ജമാക്കാൻ മന്ത്രി K മുരളീധരൻ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകി. നിയമസഭാ മന്ദിരത്തിലെ BJP പാർലമെന്ററി പാർട്ടി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. MLAമാരായ V മുരളീധരൻ, VB ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു. കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 1 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് 2 ഉദ്യോഗസ്ഥരെ പുറത്താക്കി. താൽക്കാലിക ജീവനക്കാരായ അശോക് V ജോസഫ്, അഞ്ജലി ദാസ് എന്നിവരെയാണ് പുറത്താക്കിയത്.
കേരളത്തിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തി ബംഗളൂരുവിൽ വിൽപ്പന 4 മലയാളികളെ അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസ്. സംഘവുമായി ബന്ധമുള്ള മറ്റു പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചെന്ന് പോലീസ്. ക്യാൻസർ രോഗികൾക്കായി നടപ്പാക്കുന്ന സൌജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു ചില മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് കെഎസ്ആർടിസി. ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥി കോഴിക്കോട് മരിച്ചു. മുക്കം മണ്ണാശ്ശേരി സ്വദേശിയായ ഷമീഷ് കാവുങ്ങലിന്റെ മകനും മണ്ണാശ്ശേരി ഗവൺമെന്റ് യുപി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ കെ അമനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പിന് സമീപമായിരുന്നു അപകടം. റോഡിലേക്ക് തെറിച്ചു വീണതിന് പിന്നാലെ ശരീരത്തിലൂടെ ലോറി കയറുകയായിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. സിജെപി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള ഇന്നത്തെ ചർച്ച നിർണായകം. പോലീസ് എല്ലാ തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടും കൂടുതൽ പേർ സമരത്തിനെത്തുന്നത് സർക്കാരിനെ അമ്പരപ്പിച്ചു. ഇന്റർനെറ്റ് ഇല്ല, മെട്രോ ഇല്ല, ഓൺലൈൻ ടാക്സികളുമില്ല. എന്നിട്ടും സമരം ശക്തമായി തുടരുകയാണ്. ഡൽഹിയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ മേഖലയിൽ നിയന്ത്രണം കടുപ്പിച്ച പോലീസ്. ഓൺലൈൻ ടാക്സി സർവീസുകൾക്കും ഫുഡ് ഡെലിവറി സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങൾ ഈ മേഖലകൾ സന്ദർശിക്കരുതെന്നും വിലക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരെ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ചുള്ള 2 ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി സമ്മതിച്ചു. തിങ്കളാഴ്ച ഈ ഹർജികൾ കോടതി പരിഗണിക്കും. സർക്കാരുമായി രഹസ്യധാരണയുണ്ടാക്കിയാണ് 26 ദിവസം നീണ്ട നിരാഹാരം അവസാനിപ്പിച്ചതെന്ന വിമർശനങ്ങളെ തള്ളി സാമൂഹിക പ്രവർത്തകനായ സോനം വാങ്ചുക്. തന്റെ സത്യസന്ധത തെളിയിക്കാൻ 26 ദിവസത്തെ കഠിനമായ നിരാഹാരം പോരെയെന്ന് അദ്ദേഹം വിമർശകരോട് വൈകാരികമായി ചോദിച്ചു. കേന്ദ്രമന്ത്രിമാർ ഇൻസ്റ്റഗ്രാം അടക്കം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ ഒറ്റ രാത്രി കൊണ്ട് 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് കൂടി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് വ്യാഴാഴ്ച രാത്രി അദ്ദേഹം പങ്കുവച്ച സെൽഫി വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയത്. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 10.20 കോടി കടന്നു. ഇന്നലെ രാത്രി 11:30 വരെ 308 മില്യണിലേറെ പേരാണ് മോഡിയുടെ സെൽഫി വീഡിയോ കണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ മന്ത്രിമാരോട് ക്യാബിനറ്റ് മീറ്റിംഗിൽ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള പരിഹാരം ഇതാണോ എന്നാണ് സിജെപിയുടെ ചോദ്യം. മുംബൈ ദാദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ സിവിൽ ഡ്രസ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ രാജ്യവ്യാപക പ്രക്ഷോഭമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജിയില്ലാതെ ഇവിടം വിട്ട് ആരും പോകില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ അടുത്ത ഉന്നം പ്രധാനമന്ത്രിയാണെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി സംസാരിച്ചാലും കുറ്റം, സംസാരിച്ചില്ലെങ്കിലും കുറ്റമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റും, പരിഹാരം കാണലാണ് പ്രധാനം. പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പാർലമെന്റിലെ ചർച്ചയിൽ പറയണം. സഭ അലങ്കോലപ്പെടുത്തിയാൽ പിന്നെ ചർച്ച എങ്ങനെ നടക്കുമെന്നും റിജിജു ചോദിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള ശിക്ഷ കൂട്ടാനുള്ള ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് പരിക്കേറ്റ 19-കാരനായ സാഹിൽ എന്ന വിദ്യാർത്ഥിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ക്രിമിനലാണെന്നും വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നതിന് അദ്ദേഹം രാജിവെക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച. ഉത്തരാഖണ്ഡ് സാങ്കേതിക സർവകലാശാലയുടെ 2 എഞ്ചിനീയറിംഗ് പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് ചോർന്നത്. തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കി. സോനം വാങ്ചുക്കും സിജെപിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. സിജെപി നേതാവ് സൌരവ് ദാസാണ് നിലപാട് വ്യക്തമാക്കിയത്. ഡൽഹി ജന്തർ മന്ദറിൽ സമരത്തിൽ പങ്കെടുത്തവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുന്നു എന്ന പ്രചാരണം വ്യാജമെന്ന് ഡൽഹി പോലീസ്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കിയ കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു രാജിവെച്ചു. റെയിൽവേ ഭക്ഷ്യ സംസ്കരണ വകുപ്പുകളിൽ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. ഡൽഹിയിലെ കേരള ഹൌസിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും കേരള ഹൌസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കം. കനയ്യകുമാർ കേരള ഹൌസിൽ ബുക്ക് ചെയ്ത മുറി നൽകാത്തതാണ് തർക്കത്തിനിടയാക്കിയത്. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജിവെച്ചു.
കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് രാജി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ സൌദി അറേബ്യയെ ആക്രമിക്കാതിരിക്കാൻ ഇറാനുമായി പാകിസ്ഥാൻ രഹസ്യധാരണയുണ്ടാക്കിയെന്ന് ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പകരമായി ഉപരോധം മറികടന്ന് ഇറാന്റെ എണ്ണ വിൽക്കാൻ പാകിസ്ഥാൻ സഹായിക്കുമെന്നും കരാറിലുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്, തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് തിരിക്കും. ചൊവ്വാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് വീണ്ടും ഇറക്കുമതി തീരുവ കൂട്ടി ഡൊണാൾഡ് ട്രംപിന്റെ പ്രഹരം. ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ള നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഭരണകൂടം പുതിയ കസ്റ്റംസ് തീരുവ പ്രഖ്യാപിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് 10%, ചില രാജ്യങ്ങൾക്ക് 12.5%മാണ് ഇറക്കുമതി തീരുവ. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സമീപത്തുനിന്ന് 500 മീറ്റർ അകലം പാലിക്കണമെന്ന് ഇറാൻ. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നു. ഒരാഴ്ചക്കിടെ ഏകദേശം 50,000 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ക്യാമ്പിനെ ഉലച്ച് വീണ്ടും ഉത്തേജക മരുന്ന് വിവാദം. വനിതകളുടെ 78 കിലോഗ്രാം ജൂഡോയിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന തൂലിക മന്നിന് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി ഗെയിംസിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി.